ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലാബിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമല്ലോ. ഇത് ബേ ലീഫാണ്, മലയാളത്തിൽ വഴനയില എന്ന് പറയും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ ചിലർ എനിക്ക് ക്യാഷ് വരണേന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നിക്കായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലർ ഫാമിലി ഹാപ്പിനെസ് ആയിരിക്കും, അല്ലെങ്കിൽ കരിയർ, ഇങ്ങനെ പല പല ഏരിയാസിലായിരിക്കും നിങ്ങൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആസ് പെർ മീ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെപ്പോഴും എല്ലാ ഏരിയാസ് ഓഫ് ലൈഫിലും നിങ്ങളത് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ആദ്യത്തെ ബിലീഫിൽ ഞാൻ ഹെൽത്ത് ആണല്ലോ എല്ലാത്തിനും. ഇപ്പോൾ എന്തുണ്ടായാലും ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, ഒന്നും നേടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഹെൽത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് എഴുതണം. അതിന് നമ്മൾ ആദ്യം ഹെൽത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വിച്ച് വേർഡ് നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത് എഴുതുമ്പോൾ നമ്മൾ ഗുഡ് ഹെൽത്ത് മലയാളത്തിൽ വേണ്ടവർക്ക് മലയാളത്തിൽ എഴുതാം. അപ്പോൾ നമ്മൾ ആ ഹെൽത്തിൻ്റെ പാർട്ട് നമ്മൾ എഴുതി. ഇനി അടുത്തത് നമ്മൾ ഫാമിലി എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫിലുള്ള ആ ഒരു ഡേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അടുത്ത ലീഫിൽ ഫാമിലി ഹാപ്പിനെസ് എന്ന് എഴുതാം. അടുത്ത ലീഫിൽ നമുക്ക് ക്യാഷ് വേണമല്ലോ. നമ്മളുടെ കംപ്ലീഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മണിയും കൂടി ഉൾപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഫാമിലി ഹാപ്പിനെസ്സിനും ഹെൽത്തിനും എന്താ പറയുക, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫാമിലി ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അത് എൻഹാൻസ് ചെയ്യാനായിട്ട് ക്യാഷ് വേണം. മണി ഓൾസോ മേക്സ് യു ഹാപ്പി. അപ്പം നമ്മൾ മണി ഫ്ലോ, ഇപ്പോൾ അത്ര തെളിഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, മണി ഫ്ലോ അങ്ങനെ ഒരെണ്ണം എഴുതാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ എല്ലാ സ്വിച്ച് വേർഡ്സും നമുക്ക് ഒറ്റയ്ക്ക് ഒരു ലീഫിൽ എഴുതാം. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, അബണ്ടൻസ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ ലീഫിലായിട്ട് എഴുതാം. ഏതൊക്കെ ഏരിയാസ് ഓഫ് ലൈഫാണ് നിങ്ങൾക്ക് മെച്ചപ്പെടണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ഏത് വേയിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മണി ബ്ലോക്ക് മാറ്റി തരണേന്നോ, എൻ്റെ ഫാമിലി ഇപ്പോൾ നശിച്ചു കിടക്കുക, അങ്ങനത്തെ ഒരു റോങ് ആയിട്ടുള്ള, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് അതിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്നല്ല എഴുതേണ്ടത്. പകരം എൻ്റെ ഹെൽത്ത് ഇപ്പോൾ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള സിറ്റുവേഷൻസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത് എന്നിട്ട് നമ്മളുടെ തലയണയുടെ അടിയിൽ നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊരു അതിൻ്റെ അടിയിൽ ഒരെണ്ണം വെക്കാം. അങ്ങനെ നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആ പ്ലേസിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ തലയുടെ അടിയിൽ നിങ്ങളിത് യൂസ് ചെയ്യാം. ഒരു 21 days ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കിത് എടുത്ത് പുഴയിലൊഴിക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക മണ്ണിലോട്ടിട്ട് കളയോ, ആളുകൾ അധികം കാണാത്ത അല്ലെങ്കിൽ ചിക്കിരി ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയുടെ ഉള്ളിലോട്ട് ഇടുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇതൊരു എഫക്റ്റീവ് ടെക്നിക്കാണ്. ഞാൻ യൂസ് ചെയ്ത് സക്സസ് ആക്കിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. വളരെ എഫക്റ്റീവാണ്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് റെഡ് ഓർ ഗ്രീൻ പെൻ യൂസ് ചെയ്യാം.